ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പായസമാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 2 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പും ബദാം പരിപ്പുമാണ്. ഞാനിവിടെ 4 അണ്ടിപ്പരിപ്പും 4 ബദാം പരിപ്പും എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് നടുക്കൂടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ 1 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിരിക്കുന്നത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ഗ്ലാസ് പാലൂടെ ചേർത്ത് ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഒരുപാടങ്ങ് ഫൈനായിട്ട് അരയ്ക്കണ്ട, എന്നാൽ സാധാ രീതിയിൽ അരച്ചിട്ട് വരാം. ക്യാരറ്റ് അരച്ചിട്ട് വന്നിട്ടുണ്ട്. ചെറിയ തരികളോടുകൂടിയാണ് അരച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അത് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഉരുകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് നെയ്യ് ഉരുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ ആ കൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് നെയ്യിലിട്ട് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി നന്നായിട്ടിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് നല്ലപോലെ ഒരു 3 മിനിറ്റ് കൂടെ നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം. പിന്നെ ഇപ്പോൾ നന്നായിട്ട് 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് കുറച്ച് നേരം നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാം പരിപ്പുമാണ്. ഇപ്പോൾ ഞാൻ കല്ലിലിട്ട് ചതച്ചിട്ട് എടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാം പരിപ്പുമാണ്. വറുത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വാങ്ങാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പായസം തയ്യാറായി. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങൾ പറയുക. പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.